ഹലോ ഗൈസ്, വെൽക്കം ടു സാൻസ് ടോക്ക്. കാര്യം പറയാൻ വേണ്ടിട്ട് ഒന്നാണ് കേട്ടോ. ഒരാളെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടെയുമുള്ള ഒരാളാണത്. അതായത് നമ്മളെല്ലാ സീക്രറ്റ്സും പറയുന്ന ഒരാള്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓൾമോസ്റ്റ് അതായത് നമുക്ക് എന്ത് സന്തോഷം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുന്ന ഒരാള്, നമ്മളുടെ എല്ലാതും അറിയുന്ന ഒരാളും അയാള് നമ്മൾ സീക്രറ്റ്സ് ആയിട്ട് നമ്മൾ പറയുമ്പോണ്ടല്ലോ, ബാക്കി എല്ലാ കാര്യവും ഒക്കെ ആയിരിക്കും. നമ്മൾ സീക്രറ്റ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ലൈക്ക് അത് പറയാണ്ടിരിക്കും ഭേദം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു ആള് മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ, ഏതായിരിക്കും ഒരാളെന്ന്. നിങ്ങൾ പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. സോ ആ പേഴ്സന്റെ അടുത്ത് ഒരിക്കലും സീക്രറ്റ്സ് പറയാണ്ടിരിക്കുക നല്ലത്. നിങ്ങൾ പറഞ്ഞോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് കാര്യങ്ങളായിക്കോട്ടെ സീക്രറ്റ്സ് നിങ്ങൾ പറയാണ്ടിരിക്കുക. ആരുടെ പറയരുത് എന്ന് പറയുന്ന കാര്യമില്ല, നിങ്ങൾ പറയാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും അയാളുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കാം. മേ ബി അയാൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ, ഇതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, എന്നാലും ഞാൻ പറയുന്നത് മാത്രം. അയാൾ ട്രസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ വേറൊരാളുടെ അടുത്ത് പറയും. അങ്ങനെ മേ ബി ഇതൊരു ചെയിൻ പോലെ നാളെ നിങ്ങളുടെ ചുവട്ടിലെത്തും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഞാൻ എത്ര ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആളുടെ അടുത്ത് പറഞ്ഞത്. ബോയ് ഓർ ഗേൾ വട്ടവർ, എത്ര ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു പേഴ്സന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ആ ട്രസ്റ്റ് ആണ് അവർ ബ്രേക്ക് ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ഹേർട്ടാവും നിങ്ങൾക്ക്. സോ അങ്ങനത്തെ നിങ്ങൾ സീക്രട്ട് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ സീക്രട്ട് ആയിട്ട് തന്നെ വെക്കാട്ടോ. ഒരാളുടെ അടുത്തും പറയാണ്ടിരിക്കും. നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട. നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ റിലേഷൻ മീൻസ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഓൾ ഇൻക്ലൂസീവ്. ഓക്കെ, സോ ആ റിലേഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാണ്ടിരിക്കും, നിങ്ങൾക്ക് വീണ്ടും പറയും വട്ടവർ, ദാറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് നിങ്ങൾക്ക് ആ റിലേഷൻ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സീക്രറ്റ്സ് ഒന്നും നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കും. കാരണം 99% പേഴ്സൺസ് അവർ ട്രസ്റ്റ് ചെയ്യുന്ന പേഴ്സൺസിന്റെ അടുത്ത് ഒന്ന് പറയും. നിങ്ങൾക്ക് എന്നാണോ, നിങ്ങൾ എന്തോരം പേഴ്സൺ നിങ്ങൾ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പേഴ്സൺ, ചിലപ്പോൾ നിങ്ങൾ ചേച്ചിയുടെ അടുത്തായിരിക്കും പറയുന്നത്, ചിലപ്പോൾ ബോയ് ഫ്രണ്ടിന്റെ അടുത്തായിരിക്കും പറയുന്നത്, വട്ടവർ. പക്ഷെ അവർ ഇതുമാതിരി ഒരു കോമൺ ടോക്കിന്റെ ഇടയിൽ എടുത്തിട്ട് പോകും. അപ്പോൾ അത് നാളെ മേലൊക്കെ ചെയിൻ പോലെ വന്ന് നിങ്ങളുടെ ചുവട്ടിലെത്തും. സോ അന്നുണ്ടാവുന്ന വിഷമം, അല്ലാന്നുണ്ടെങ്കിൽ അന്നുണ്ടാവുന്ന ആ ഒരു ഫീല് അതൊരാൾക്കും പറഞ്ഞറിയിക്കാനോ പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ നിങ്ങൾക്ക് പിന്നീട് പണ്ടത്തെ പോലെ അവരുടെ അടുത്ത് മിണ്ടാനും പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ആദ്യം സംസാരിക്കുന്നത് എൻഡ് എന്ന് വിചാരിച്ചിട്ട് ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് നിങ്ങൾ ഇങ്ങനത്തെ സംഭവം നിങ്ങൾ ചോദിക്കില്ല, നേരിട്ട് നിങ്ങൾ മേ ബി ചോദിക്കില്ലായിരിക്കും, അത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സാധനം നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പണ്ടത്തെ പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഒരു സ്നേഹം ഒരിക്കലും നിങ്ങൾക്ക് വരുന്നുണ്ടാവില്ല. അല്ല ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും ആർക്കെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം ആർക്കെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു ഇൻസിഡന്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഓക്കെ.